കോന്നിയിലെ UDF സ്ഥാനാർത്ഥി പത്തനംതിട്ട DCC പ്രസിഡന്റ് കൂടിയായ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിനൊപ്പമാണ് ഉള്ളത്. അദ്ദേഹത്തിനോടൊപ്പം ഒരു 15 മിനിറ്റ് സമയമായി ഞാൻ ഉണ്ട്. ആദ്യഘട്ടത്തിൽ അവിടെ അദ്ദേഹം താമസ സ്ഥലത്തു നിന്ന് ഇറങ്ങി സമീപത്തെ ചില വീടുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. ഇപ്പം പ്രഭാത ഭക്ഷണത്തിന് ചൈനാമുക്കിലെ ഒരു ഹോട്ടലിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രസിഡന്റ്, രാവിലെ എന്താ സാധാരണ കഴിക്കുന്നത്? ഇന്നെന്താ പ്ലാൻ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഡലി, ചമ്മന്തി, സാമ്പാർ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതാണ് ഇപ്പോൾ കഴിക്കാൻ പോകും. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങളിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയത്തൊന്നും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. വെള്ളമാണ് കൂടുതൽ കുടിക്കുന്നത്. ഭയങ്കര അതികഠിനമായ ചൂടായിരുന്നു. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ചെല്ലുന്നിടത്തെല്ലാം വളരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആളുകൾ കുടിവെള്ളം തരുന്നുണ്ട്, ചായ തരുന്നുണ്ട്, ഇതെല്ലാം തരുന്നുണ്ട്. ഈ മണ്ഡലത്തിലെ UDFന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷയുടെ ഘടകം എന്താണ്? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ്. ഒരു അപശബ്ദം പോലും ഉണ്ടായിട്ടില്ല. പ്രിയങ്കനായ അടൂർ പ്രകാശ് ചേട്ടൻ തുടങ്ങി വെച്ച പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അദ്ദേഹം പൂർണ്ണമായി പിന്തുണ തന്നിട്ടുണ്ട്. MP മാർക്ക് മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ പേര് അദ്ദേഹം തന്നെയാണ് എൻ്റെ പേര് പറഞ്ഞത്. ചാനലിലൊക്കെ വന്ന വാർത്ത ഒരു അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസ്സുകാരും പറയുന്നത് അടൂർ പ്രകാശ് കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പെന്നാണ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹം തുടങ്ങി വെച്ച വികസന പദ്ധതികൾ, എണ്ണിയാലൊടുങ്ങാത്ത വികസന പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കി. ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ അദ്ദേഹം കണ്ടിലെ കൃഷ്ണമണി പോലെയാണ് കാത്തത്. ഓരോ ഭവനങ്ങളിലും ഞാൻ ചെല്ലുമ്പം പ്രകാശ് ചേട്ടൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായും അത് ഗുണം ചെയ്യും. അദ്ദേഹം എല്ലാ കുടുംബ സംഗമങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശബരിമല ഒരു ഘടകമാണോ? തീർച്ചയായും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം ഓടിച്ച് അതിന് നേതൃത്വം കൊടുത്ത ആൾ, മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളുകളാണ്. തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ശബരിമലയെ തകർക്കുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിനെതിരായി ഒരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. സ്വാഭാവികമായി എതിർ സ്ഥാനാർത്ഥികളെ കൂടി പറയണമല്ലോ. നിലവിലെ MLA ആണ്. 6-7 വർഷത്തോളം മണ്ഡലത്തെ പ്രതികരിച്ച ആളാണ്. വികസന വിഷയത്തിൽ അദ്ദേഹം വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? എനിക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ രാഷ്ട്രീയം അങ്ങനെ പറയാറില്ല. എനിക്ക് വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയാറുള്ളത്. വികസന കാര്യത്തിൽ അടൂർ പ്രകാശിന് തുടങ്ങി വെച്ച പദ്ധതികളുടെ അടൂർ പ്രകാശിൻ്റെ നിഴലാകാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വികസന കാര്യത്തിൽ സ്ഥാനാർത്ഥി പര്യടനം 4ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. വള്ളിക്കോട് മേഖലയിലാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പരിമല പമ്പ കോളേജിലെ രസതന്ത്ര വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ്, അധ്യാപകനാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മത്സരമാണ്. അതേസമയം തന്നെ മറ്റ് ആളുകളിലേക്ക് കൂടി പോകുവാൻ ഒരു സമയം കൊടുക്കാം. ഇപ്പോൾ സതീഷ്